ഇന്നത്തെ വീഡിയോ ഒരു കാറിനെ പറ്റിയുള്ള വീഡിയോ ആണ്. അതും ലേറ്റസ്റ്റ് ഇലക്ട്രിക് EV മോഡൽ. പ്രകടന മികവ് കൊണ്ടും അതുപോലെ ഭംഗി കൊണ്ടും മികച്ചു നിൽക്കുന്ന ടാറ്റയുടെ ലേറ്റസ്റ്റ് മോഡലായ പഞ്ച് EV. അപ്പോൾ ആദ്യം ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് വീഡിയോ തുടങ്ങാം. നല്ല ഭംഗിയുള്ള മുൻവശം തന്നെയാണ്. ഇതിൻ്റെ മുമ്പിലായി ഒരു LED സ്ട്രിപ്പ് ലൈറ്റ് ഉണ്ട്. അതിന് ചേർന്ന് തന്നെയാണ് ഇൻഡിക്കേറ്ററും വരുന്നത്. ഇതിൻ്റെ മുമ്പിലായി ഒരു ചാർജ് സോക്കറ്റിൻ്റെ പോയിൻ്റ് നമുക്കിവിടെ മുമ്പിൽ തന്നെയായിട്ട് കാണാം. അതുപോലെ താഴെയായി LED ഹെഡ് ലാമ്പും അതിന് താഴെയായി പാർക്കിംഗ് ലൈറ്റുമാണ് വരുന്നത്. പിന്നെ തൊട്ട് താഴെ ഒരു എയർ വെൻ്റ് മാത്രമാണ് ഉള്ളത്. ഇവിടെ ഫ്രണ്ട് ബോണറ്റിനകത്ത് വരുന്ന പാർട്സൊക്കെയാണിത്. ഇവിടെ ബാറ്ററിയും അതുപോലെ ഇതിൻ്റെ ഒരു മോട്ടറും അതുപോലെ ബാക്കി കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത്. അത്യാവശ്യം ഭംഗിയായി തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു കേബിൾ കാണാൻ പറ്റും. അകത്തു നിന്നും ഇപ്പോൾ ചാർജിങ് പോർട്ട് ഓപ്പൺ ആകുന്നില്ലെങ്കിൽ മാനുവലായി ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കേബിളാണിത്. നമുക്കിത് വലിച്ചിട്ട് ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ സൈഡിലോട്ട് വരുമ്പോൾ നമുക്ക് മാറ്റ് ഫിനിഷോട് കൂടിയിട്ടുള്ള ഒരു സൈഡ് ക്ലാഡിംഗ് ആണ്. അത് ഇതിൻ്റെ ബാക്ക് സൈഡ് വരെ പോകുന്നുണ്ട്. അതുപോലെ ഒരു ഡോർ ഹാൻഡിൽ ഒന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ അലോയ് വീലും ഒരു 16 ഇഞ്ചിൻ്റെ എയറോഡൈനാമിക് സപ്പോർട്ട് ചെയ്യുന്നൊരു അലോയ് വീലാണിത്. അതുപോലെ ബാക്ക് വശത്തേക്ക് വരുമ്പോൾ LED ടൈൽ ലാമ്പും അതുപോലെ ഡീഫോഗറും വൈപ്പറും അതുപോലെ ഒരു ഷാർക്ക് ആൻറ്റിനയും ഉണ്ട്. അതുപോലെ ഒരു ബാക്കിൽ ഒരു പഞ്ച് EV ഒരു ടാറ്റയുടെ എംബ്ലവും ഉണ്ട്. അത്യാവശ്യം നല്ലൊരു ഭംഗിയുള്ള ബാക്ക് സൈഡ് തന്നെയാണ്. അതുപോലെ ഇതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത് 366 ലിറ്ററാണ്. അത്യാവശ്യം നല്ലൊരു സ്പേസ് തന്നെയാണിത്. അപ്പോൾ ഇതിൻ്റെ ഡിക്കിയിൽ വരുന്നത് ഒരു ടൂൾ കിറ്റും ഉണ്ട്. അതുപോലെ അതിൻ്റെ കൂടെ ഒരു ചാർജിങ് വയറിംഗ് കിറ്റും ഉണ്ട്. ഇതിൽ നമുക്ക് അഡാപ്റ്റർ ഉണ്ട്. അതിൽ നമുക്ക് അതിൻ്റെ ചാർജ് ചെയ്യുമ്പോഴുള്ള ഇൻഡിക്കേറ്ററൊക്കെ നമുക്കിതിൽ കാണാൻ പറ്റും. അതുപോലെ ഇതിൻ്റെ കൂടെ സ്പെയർ ടയറില്ല. അതിന് പകരമായി ഒരു ടയർ പങ്ക്ചർ കിറ്റാണ് വരുന്നത്. അതുപോലെ അതിൻ്റെ കൂടെ ഒരു എയർ ഇൻഫ്ലേറ്ററും കൂടെ കിട്ടും. നമുക്ക് ഇത് ഉപയോഗിച്ച് പങ്ക്ചർ അടിച്ച് ഉപയോഗിക്കാനേ പറ്റുകയുള്ളൂ. അപ്പോൾ നമുക്ക് പുറകുവശത്തെ അകത്തെ വിശേഷങ്ങളും നോക്കാം. ഇവിടെ ഡോർ ഹാൻഡിൽ വരുന്ന മുകൾ ഭാഗത്താണ്. അത് നല്ല രീതിയിൽ ഭംഗിയായി തന്നെ കൊടുത്തിട്ടുണ്ട് ഇവിടെ. അതുപോലെ ഡോർ നമുക്ക് 90 ഡിഗ്രി വരെ പൂർണ്ണമായി തുറക്കാൻ പറ്റും. അതുകൊണ്ട് ഇറങ്ങാനും അതുപോലെ കയറുമ്പോഴും നല്ല രീതിയിൽ നമുക്ക് കയറാൻ പറ്റും. പിന്നെ ഡോറിൽ വരുന്നത് ഒരു കപ്പ് ഹോൾഡറും അതുപോലെ ഒരു ഹാൻഡ് സപ്പോർട്ടുമാണ് വരുന്നത്. അതും നല്ല ഭംഗിയായിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഇവിടെ നമുക്ക് തൈ സപ്പോർട്ട് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. അതുപോലെ ഒരു ഫ്ലാറ്റ് ഫ്ലോർ ആയതുകൊണ്ട് തന്നെ 3 പേർക്കും നല്ല രീതിയിൽ നമുക്ക് ഇവിടെ സെൻട്രലിലും ഒരാൾക്ക് നല്ല രീതിയിൽ ഇരിക്കാൻ പറ്റും. അതിൽ ഇവിടെ നിന്നും കാണുന്ന ഫ്രണ്ട് വ്യൂ ആണിത്. നല്ല ഭംഗിയുള്ളൊരു ഫ്രണ്ട് വ്യൂ തന്നെയാണ്. അതുപോലെ ഇവിടെ ഒരു നടുക്കൊരു ഹാൻഡ് റെസ്റ്റും ഉണ്ട്. കപ്പ് ഹോൾഡറൊന്നുമില്ല. അതുപോലെ 2 ഹെഡ് റെസ്റ്റും വരുന്നുണ്ട്. പിന്നെ ഒരു ബാക്കിലൊരു ട്രേയും ഉണ്ട്. അങ്ങനെയൊക്കെയാണ് ബാക്കിലെ വിശേഷങ്ങൾ കാണുന്നത്. അപ്പം ബാക്കി നമുക്ക് മുൻവശത്തെ കാര്യങ്ങൾ നോക്കാം. ഇവിടെ ഡോറ് 90 ഡിഗ്രി വരെ ഓപ്പൺ ചെയ്യാൻ പറ്റും. അതുപോലെ ഇവിടെ കയറുമ്പോൾ തന്നെ നമുക്ക് നല്ല ഭംഗിയുള്ളൊരു വ്യൂ ആണ് നമുക്കിവിടെ കാണുന്നത്. ഇവിടെ ഡോറിൻ്റെ മിറർ കൺട്രോളിങ്ങും അതുപോലെ ഗ്ലാസ് വിൻഡോ അഡ്ജസ്റ്റ്മെൻറ്റ് ഇവിടെയാണ് വരുന്നത്. അതുപോലെ സ്റ്റാർട്ട് ബട്ടണും ഉണ്ട്. ഇതിൻ്റെ ക്ലസ്റ്റർ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ക്ലസ്റ്റർ തന്നെയാണ് ഇതിൽ. നമുക്ക് അത്യാവശ്യം എല്ലാ ഡീറ്റെയിൽസും നമുക്കിതിൽ കാണാൻ പറ്റും. ഒരു ഡിജിറ്റൽ കളർ മോണിറ്ററാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഏകദേശം 7 ഇഞ്ചോളം സ്ക്രീൻ വരുന്നുണ്ട്. ഇതിൽ നമുക്ക് ട്രിപ്പ് അതുപോലെ ആവറേജ് ഡിസ്റ്റൻസ് അതുപോലെ ബാറ്ററി ചാർജിങ് അതുപോലെ കിലോമീറ്റർ അതുപോലെ ബാക്കി മോഡുകൾ നമുക്കിത് കാണാൻ പറ്റും. സീറ്റ് ബെൽറ്റ് അതുപോലെ റേഞ്ച്, ഇതിൻ്റെ എത്ര കിലോമീറ്റർ ഓടി, അതുപോലെ ഇതിൻ്റെ ബാറ്ററി റേഞ്ച് നമുക്കിപ്പോൾ ഒരു പെട്രോളിൻ്റെ ഫ്യൂൽ പോലെ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ക്രൂയിസ് കൺട്രോളും സപ്പോർട്ടാണ്. അതുപോലെ ഇവിടെ ഒരു ഡീജനറേഷൻ ലെവൽ നമുക്കിവിടെ കാണാൻ പറ്റും. ഇതിൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റത്തിൻ്റെ ഒരു ലെവലാണ് കാണിക്കുന്നത്. അതിൽ കൂട്ടി വെച്ചാൽ നമുക്ക് അതിൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റം കുറച്ചുകൂടി ഹാർഡായിട്ട് കിട്ടും. അത് ലോ ആക്കി വെച്ചാൽ ബ്രേക്കിംഗ് ലെവൽ കുറച്ച് കുറയും. നമ്മൾ ആക്സിലേറ്ററിൽ നിന്ന് കാലെടുക്കുമ്പോഴുള്ള ബ്രേക്കിംഗ് ലെവലാണത് ഡീജനറേഷൻ ലെവൽ എന്ന് പറയുന്നത്.
അപ്പോൾ അതുപോലെ ഇതിൻ്റെ ലൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത് നമ്മുടെ ഈ നോബുമ്പോൾ തന്നെയാണ്. അതുപോലെ ലൈറ്റ് ഓൺ ഓഫ് ഈ ഭാഗത്തും ഇൻഡിക്കേറ്ററും എല്ലാം ആ ഭാഗത്താണ് വരുന്നത്. ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു സ്വിച്ച് ഇവിടെയുണ്ട്. അത് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് അതിൻ്റെ വേരിയേഷൻ കാണാൻ പറ്റും. ഇതിപ്പം ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അങ്ങനെ 3 ലെവലാണുള്ളത്. അപ്പോൾ നല്ലൊരു ഭംഗിയുള്ളൊരു സ്റ്റിയറിംഗ് വീലാണ്. ഇല്ലുമിനേറ്റഡ് ലോഗോയോട് കൂടിയിട്ടുള്ള ഒരു ഫ്ലാറ്റ് ബോട്ടം ന്യൂജൻ സ്റ്റിയറിംഗ് വീലാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. താഴെ ഒരു ചെറിയൊരു ഭംഗിക്ക് വേണ്ടി ഒരു മോഡലോട് കൂടെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ടുള്ളത്. ഇതിൽ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റും അതുപോലെ വോളിയം കൺട്രോളും ഒക്കെ ഇതിൽ വരുന്നുണ്ട്. റിയർ വ്യൂ മിറർ ഓട്ടോമാറ്റിക് മിററാണിത്. അതുപോലെ മേലെ ഒരു സ്വിച്ച് ഉണ്ട്, ലൈറ്റിൻ്റെ സ്വിച്ചും. അതുപോലെ മുകളിലായിട്ട് ഒരു SOS ബട്ടണൊക്കെ ഇവിടെ കാണാൻ പറ്റും. നമുക്ക് അത്യാവശ്യം ഘട്ടങ്ങളിലും അവരെ കോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ബട്ടണാണിത്. ഇതുപയോഗിച്ച് ആപ്പ് വഴി കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് കോൾ സെൻറ്ററുമായി ഇവരെ കണക്ട് ചെയ്യാൻ പറ്റും എന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളൊക്കെ വരുമ്പോൾ. അതുപോലെ ഇവിടെ ഒരു 10.25 ഇഞ്ചിൻ്റെ ഒരു സ്ക്രീനാണ് വരുന്നത്. ഇതും അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള ഒരു സ്ക്രീൻ തന്നെയാണ്. അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഇതിലുണ്ട്. അത്യാവശ്യം ഒരു പ്രീമിയം വണ്ടിക്ക് വേണ്ട ഒരുവിധം ഫീച്ചേഴ്സ് എല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളും അടക്കം, ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ, അങ്ങനെ അതുപോലെ ആമസോൺ അലക്സ. അതുപോലെ ഇതാണ് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ ഓപ്ഷൻസ് എടുക്കുമ്പോൾ ഇങ്ങനെയാണ് കാണിക്കുന്നത്. ഇതിൽ നമുക്ക് ഇതിൽ നിന്നും സ്ക്രീനിൽ നിന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ താഴെ അതിൻ്റെ വേറെ സ്വിച്ചുകളുണ്ട്. അതുപോലെ പാർക്ക് അസിസ്റ്റ്, ആമസോൺ അലക്സ, EVയുടെ സെറ്റിംഗ് ഉണ്ട്. അതുപോലെ ക്ലൈമറ്റ് കൺട്രോള്, പിന്നെ റേഡിയോ, കിക്ക് സെറ്റിംഗ്, ടാറ്റ അസിസ്റ്റ്, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് നമുക്കിതിൽ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ വേറെയും ആമസോൺ, നെറ്റ്ഫ്ലിക്സ് അതൊക്കെ ഇതിലേക്ക് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അതുപോലെ EV സെറ്റിങ്ങിലാണ് ഈ സ്മാർട്ട് ലാമ്പിൻ്റെ ഓപ്ഷൻസാണ് കാണിക്കുന്നത്. അതിൻ്റെ നമുക്ക് ടൈം സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ വേറെ പാർക്ക് അസിസ്റ്റൻറ്റിൽ വരുന്നത് ഇതിലിപ്പോൾ 360 ക്യാമറ ഇല്ലാത്തതുകൊണ്ടാണ്. 360 ക്യാമറ ഉണ്ടെങ്കിൽ നമുക്ക് മൊത്തത്തിൽ കാണാൻ പറ്റും. ഈ നമ്മളെടുത്ത മോഡൽ വരുന്നത് മീഡിയം റേഞ്ച് എംപവേർഡ് ഓപ്ഷനാണ്. അതിൽ 360 ക്യാമറ വരുന്നില്ല. ഇതിൽ LRലാണ്, ലോങ് റേഞ്ചിലാണ് ഇതിന് 360 ക്യാമറ ഒക്കെ വരുന്നത്. അപ്പോൾ അതുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ പാർക്ക് അസിസ്റ്റമൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്തു. നല്ല ക്വാളിറ്റിയുള്ള 6 സ്പീക്കറാണ് നമുക്കിതിൽ കിട്ടുന്നത്. അത്യാവശ്യം നല്ല ബാസും ഒക്കെ ഇതിൽ കിട്ടുന്നുണ്ട്. ഇൻബിൽട്ട് ബാസ് സ്പീക്കർ തന്നെയാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. അതുപോലെ ഇതിൻ്റെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ ഓപ്ഷൻസ് ഇങ്ങനെയാണ് കാണിക്കുന്നത്. അതും നല്ല രീതിയിൽ തന്നെ വർക്ക് ആവുന്നുണ്ട്. അതിൻ്റെ AC ക്ലൈമറ്റ് കൺട്രോൾ നമുക്ക് സ്ക്രീനിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഓപ്ഷൻസ് ഇങ്ങനെയാണ് കാണിക്കുന്നത്. ഇതിൽ സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്, അതിൻ്റെ പൊസിഷൻ അഡ്ജസ്റ്റ്മെൻറ്റും അതുപോലെ നമുക്ക് ക്ലൈമറ്റ് കൺട്രോളും ഇതിൽ തന്നെ ചെയ്യാൻ പറ്റും. അത് നല്ല രീതിയിൽ ഭംഗിയായി തന്നെ കാണാൻ പറ്റും. ഇവിടെയാണ് ACയുടെ സ്വിച്ചസും അതുപോലെ ചാർജിങ് പോർട്ട് ഓപ്പൺ ചെയ്യാനുള്ള സ്വിച്ചൊക്കെ ഇവിടെയാണ് വരുന്നത്. അതൊക്കെ ഒരു ടച്ച് സ്വിച്ച് മോഡലാണ് വരുന്നത്. AC കൺട്രോളിൻ്റെ 2 ബട്ടൺസ് ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. ഹസാർഡ് ലൈറ്റും ഇവിടെ തന്നെയാണ് വരുന്നത്. 2 എക്സ്ട്രാ സ്വിച്ച് നമുക്കിവിടെ കാണാൻ പറ്റും. അതിൽ ഒന്നാമത്തെ സ്വിച്ച് വരുന്നത് ചാർജിങ് പോർട്ട് ഓപ്പൺ ചെയ്യാനും, അതുപോലെ രണ്ടാമത്തെ സ്വിച്ച് വരുന്നത് ചാർജ് ചെയ്തതിന് ശേഷം അതിൻ്റെ വയർ റിമൂവ് ചെയ്യുന്നതിന് മുമ്പായി ആ സ്വിച്ച് പ്രസ് ചെയ്തതിന് ശേഷമാണ് വയർ റിമൂവ് ചെയ്യേണ്ടത്. നല്ല മാറ്റ് ഫിനിഷോട് കൂടിയിട്ടുള്ള ഡുവൽ ടോൺ വരുന്ന നല്ലൊരു ഭംഗിയുള്ള ഡാഷ്ബോർഡാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ താഴെയായി മോഡ് ഷിഫ്റ്റ് ചെയ്യാനുള്ള ഒരു നോബും അതുപോലെ ഹാൻഡ് ബ്രേക്കാണ് വരുന്നത്. ഹാൻഡ് റെസ്റ്റ് ഇതിൻ്റെ കൂടെ വരുന്നില്ല. അതുപോലെ ഇവിടെ ഒരു ചാർജിങ് പോർട്ടും C ടൈപ്പ് ചാർജറും അതുപോലെ ഒരു 12 വോൾട്ടിൻ്റെ ചാർജറാണ് വരുന്നത്. വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നില്ല ഇതിൽ. ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇതിൽ റിവേഴ്സ് ക്യാമറ ഓൺ ആവുന്നത് കാണാം. അതും നല്ല ക്ലാരിറ്റിയിൽ തന്നെ വരുന്നുണ്ട്. പിന്നെ ന്യൂട്രൽ, അതുപോലെ ഡ്രൈവിങ്, പിന്നെ സ്പോർട്സ് മോഡ്, അങ്ങനെ 2 ഓപ്ഷൻസാണ് ഇതിൽ എക്സ്ട്രാ വരുന്നത്. ഇതിൽ നമുക്കതുപോലെ സ്ക്രീനിലും കാണാൻ പറ്റും ഷിഫ്റ്റ് ചെയ്യുമ്പോൾ. അതുപോലെ സ്പോർട്സ് മോഡിലിട്ടാൽ കുറച്ചുകൂടി ചാർജ് നല്ല രീതിയിൽ തന്നെ കുറയുന്നുണ്ട്. അത്യാവശ്യം നല്ല ഈ ഡ്രൈവിംഗ് നോർമൽ മോഡിലിട്ടാൽ തന്നെ നല്ല പവറും അതുപോലെ നല്ല പിക്കപ്പൊക്കെ കിട്ടുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ ഗ്ലോ ബോക്സിൽ ഒരു ലൈറ്റും അതുപോലെ നല്ല അത്യാവശ്യം 2 സ്റ്റോറേജാണ് വരുന്നത്. നല്ലൊരു ഭംഗിയുള്ള മുൻവശം തന്നെയാണ്. 2 കളറോട് കൂടിയിട്ടുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറോട് കൂടിയിട്ടുള്ള നല്ലൊരു
ഫിനിഷിംഗ് ആയിട്ട് കിട്ടുന്ന നല്ലൊരു ഫ്രണ്ട് വ്യൂ ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. നമ്മൾ പർച്ചേസ് ചെയ്ത മോഡൽ വരുന്നത് മീഡിയം റേഞ്ചിൻ്റെ 315 കിലോമീറ്റർ റേഞ്ച് കിട്ടുന്ന ഒരു ഓപ്ഷനാണ് വരുന്നത്. അതിൻ്റെ എംപവേർഡ് ഓപ്ഷനിലാണ് എടുത്തത്. ഇതിൽ ലോങ് റേഞ്ചിൽ വരുന്നത് 421 കിലോമീറ്റർ ഓപ്ഷനാണ് കാണുന്നത്. അതുപോലെ ഇതിൻ്റെ എൻജിൻ 2 പവറിലാണ് വരുന്നത്. 25 കിലോ വോൾട്ടിൻ്റെതും അതുപോലെ 35 കിലോ വോൾട്ടിൻ്റെതും. 25 കിലോ വോൾട്ടിൻ്റെത് 315 കിലോമീറ്റർ റേഞ്ചും അതുപോലെ 82 bhp പവറും 114 ന്യൂട്ടൺ മീറ്ററാണ് കിട്ടുന്നത്. അതുപോലെ അടുത്തതായി 35 കിലോ വാട്ട് വരുന്നത് 421 കിലോമീറ്റർ റേഞ്ചും 122 bhpയും അതുപോലെ 190 ന്യൂട്ടൺ മീറ്ററുമാണ് അതിൻ്റെ പവർ വരുന്നത്. അടുത്തത് മീഡിയം റേഞ്ചിലാണ് വരുന്നത്. ഇതും നല്ല പവർ തന്നെ നമുക്ക് ഓടിക്കാൻ പറ്റുന്നുണ്ട്. ഏകദേശം ബാറ്ററി ഫുൾ ചാർജ് വരുന്നത് വീട്ടിൽ നിന്നും ചാർജ് ചെയ്യുമ്പോൾ ഏകദേശം 7 മണിക്കൂറോളം ഫുൾ ചാർജ് ചെയ്യാൻ എടുക്കുന്നുണ്ട്. അതുപോലെ സ്പീഡ് ചാർജ് ആണെങ്കിൽ 2 മണിക്കൂറിനടുത്താണ് എടുക്കുന്നത്. ഇവിടെയാണ് ഇതിൻ്റെ സെറ്റിങ്സൊക്കെ ഇവർ ചെയ്ത് വെച്ചിട്ടുണ്ട് വീട്ടിൽ. ഇത് അവർ തന്നെ വന്ന് സെറ്റ് ചെയ്ത് കൊള്ളും. ഒരു അഡാപ്റ്ററും അതുപോലെ ഒരു ബ്രേക്കറും അതുപോലെ ഒരു ചാർജിങ് പോർട്ടുമാണ് വരുന്നത്. 95% ചാർജ് ഉണ്ടായിരുന്നപ്പോൾ 100 കിലോമീറ്ററോളം ഓടിയതിന് ശേഷം 55% ചാർജ് തീർന്നതായിട്ടാണ് കാണിച്ചത്. 315 കിലോമീറ്റർ റേഞ്ച് പറയുന്നുണ്ടെങ്കിലും ഏകദേശം 200 സംതിങ് മാത്രമേ കിട്ടുള്ളൂ എന്നാണ് കമ്പനി പറഞ്ഞത്. പക്ഷേ അതിനും കുറച്ചാണ് നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 200-ന് അടുത്തായിട്ടാണ് നമുക്കിപ്പോൾ റേഞ്ച് ഫുൾ ചാർജിൽ കിട്ടുന്നത്. മാത്രമല്ല അത് റോഡ് കണ്ടീഷനൊക്കെ അല്പം മോശമായിരുന്നു. നമ്മൾ യാത്ര ചെയ്തപ്പോൾ കുറേ റോഡ് വർക്കൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ സ്ലോ ആയിട്ടും അതുപോലെ ചാർജ് കുറച്ച് അധികം എടുത്തൊക്കെയാണ് പോയത്. അപ്പോൾ നല്ല രീതിയിൽ ചാർജ് എടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 60%-ഓളം ചാർജ് എടുത്തിട്ട് 100 കിലോമീറ്ററിനടുത്ത് മാത്രമേ ഓടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തിരിച്ചു വരുമ്പോൾ വീണ്ടും ചാർജ് ചെയ്തിട്ടാണ് അവിടുന്ന് വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയും നല്ല റോഡൊക്കെ കിട്ടുമ്പോൾ കുറച്ചുകൂടി മെച്ചപ്പെടും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബാറ്ററി ബാക്കപ്പ് എത്രത്തോളം കിട്ടുമെന്ന് നമുക്ക് കൂടുതൽ ഇനിയും ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഈ വണ്ടി എംപവേർഡ് മോഡലാണ് വരുന്നത്. എംപവേർഡ് മീഡിയം റേഞ്ച്, സ്മാർട്ട്, ആക്റ്റീവ്, എംപവേർഡ് എങ്ങനെ എന്നീ 3 ഓപ്ഷൻസിലാണ് വരുന്നത് വണ്ടികൾ. അതിൻ്റെ മീഡിയം റേഞ്ചും അതുപോലെ ലോങ് റേഞ്ച് 2 ഓപ്ഷനിലും വേറെയും വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മീഡിയം റേഞ്ചിൽ തന്നെ ആക്റ്റീവ് മോഡലുണ്ട്, ഇതിൻ്റെ കുറച്ചുകൂടി താഴെയുള്ളത്. അപ്പോൾ അതിന് ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററും അതുപോലെ വീലിൻ്റെ സൈസ് കുറച്ച് കുറവായിരിക്കും. അതുപോലെ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററിൽ വരുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് നോർമൽ കളറിലായിരിക്കും വരുന്നത്. അപ്പോൾ അത് രണ്ടും ഒഴിച്ചാൽ ബാക്കി പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഇതിനില്ല. വണ്ടിയുടെ പ്രൈസ് വരുന്നത് 12 ലക്ഷം രൂപയിൽ സ്റ്റാർട്ട് ചെയ്ത് 17 ലക്ഷം രൂപ വരെയാണ് വരുന്നത്. ഏകദേശം 20ഓളം വേരിയൻ്റ് ഓപ്ഷൻസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് വണ്ടി. നമ്മുടെ ഓപ്ഷൻസ് വരുന്നത് എംപവേർഡ് മീഡിയം റേഞ്ചാണ്. അതിനുശേഷം 14 ലക്ഷം രൂപയാണ് ചാർജ് ആയത് വണ്ടിക്ക്. നമ്മൾ ആദ്യം ബുക്ക് ചെയ്ത മോഡൽ ആക്റ്റീവ് ആയിരുന്നു. അപ്പോൾ ആക്റ്റീവിന് ഈ ഓക്സൈഡ് വൈറ്റ് കളർ ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ വീണ്ടും ഇതിലേക്ക് മാറിയത്, എംപവേർഡിലേക്ക് മാറിയത്. എംപവേർഡ് ആക്റ്റീവായിട്ട് ഏകദേശം 1 ലക്ഷം രൂപയുടെ വ്യത്യാസമുണ്ട്. അതുപോലെ ഇതിൻ്റെ താഴെ വരുന്ന സ്മാർട്ട് ഓപ്ഷനും ഏകദേശം 1 ലക്ഷം രൂപയുടെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഫീച്ചേഴ്സൊക്കെ ഉള്ളത് ആക്റ്റീവിലും ഉണ്ട്. പക്ഷേ അതിനേക്കാളും കുറച്ചുകൂടി കളറും അതുപോലെ ഈ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററൊക്കെ കുറച്ച് നല്ല രീതിയിലൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ എംപവേർഡ് എടുക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ ഇതിൻ്റെ മീഡിയം റേഞ്ച്, ലോ റേഞ്ചോ ഉള്ളത്. അതുപോലെ ഓരോ ഓപ്ഷനിലും ഇതിൻ്റെ കൂടെ സൺ റൂഫിൻ്റെ ഓപ്ഷനും വരുന്നുണ്ട്. അതിന് ഏകദേശം 50,000 രൂപയോളം എക്സ്ട്രാ ചാർജ് കൊടുക്കേണ്ടി വരും. ഇതിന് എംപവേർഡ് പ്ലസ് ഫുൾ ഓപ്ഷനിലാണ് ഇതിൻ്റെ 360 ക്യാമറ ഒക്കെ വരുന്നത്. അതുപോലെ എംപവേർഡ് പ്ലസ് LRൽ നമുക്കിതിൻ്റെ കൂടെ പാർക്കിംഗ് ബ്രേക്ക്, ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്കാണ് വരുന്നത്. അപ്പോൾ പെർഫോമൻസ് വൈസ് നല്ലൊരു വണ്ടി തന്നെയാണ് ഇത്. നല്ല പുള്ളിങ്ങും അതുപോലെ നല്ല ബ്രേക്കിങ്ങും സ്റ്റെബിലിറ്റിയും ഒക്കെയുള്ള നല്ലൊരു വണ്ടി തന്നെയാണ്. നമുക്ക് അനായാസം എടുത്തു കൊണ്ടുപോകാൻ പറ്റും. ഓവർടേക്ക് ചെയ്യുമ്പോഴും അങ്ങനെ ഒരു ലാഗോ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല.
നല്ല വണ്ടി തന്നെയാണിത്. പക്ഷേ അതിൻ്റെ ചാർജിങ്ങും അതുപോലെ ഇതിൻ്റെ എത്രത്തോളം ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ടെന്നാണ് നമുക്കിപ്പോൾ ചെറിയൊരു സംശയത്തിലുള്ളത്. അപ്പോൾ അത് വഴിയെ ഓടിച്ചു തുടങ്ങുമ്പോൾ ഒന്നുകൂടി പൊരുത്തപ്പെട്ട് വരേണ്ടിയിരിക്കുന്നു. കാരണം ആദ്യമായിട്ടാണ് ഒരു ഇലക്ട്രിക് വണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ഷെഡ്യൂളൊക്കെ വെച്ച് ചാർജ് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ കൊണ്ടുപോയാൽ നമുക്ക് നല്ല രീതിയിൽ ലാഭമായി തന്നെ ഉപയോഗിക്കാൻ പറ്റും എന്നാണ് തോന്നുന്നത്. അപ്പോൾ ബാക്കിയുള്ള ചാർജിങ് വിശേഷങ്ങളും അതുപോലെ വണ്ടിയുടെ ചാർജും ബാറ്ററി ബാക്കപ്പ് എത്രത്തോളം കിട്ടുന്നുള്ളതൊക്കെ അത്യാവശ്യം കുറച്ച് ദിവസം ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഡ്രീംസ്.